നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് കാണാം നമ്മളുടെ പിറകിൽ നമ്മളുടെ പുതിയൊരു വാഹനം, നമ്മളുടെ പഴയ ഡാറ്റ്സനെ കൊടുത്തിട്ട് നമ്മളൊരു പുതിയ വാഹനം വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പഴയ വണ്ടി കൊടുത്തപ്പോൾ ഒരുപാട് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു. അത് കൊടുത്തപ്പോൾ മോന് ഭയങ്കര സങ്കടമായിരുന്നു. സോ എല്ലാ സങ്കടങ്ങളും ഒരു സന്തോഷത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഒരു സന്തോഷം തന്നെ ആയിരിക്കില്ലേ. സോ അതുകൊണ്ട് ആ ഒരു സങ്കടത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷം. ഏതായാലും ഇന്ന് നമുക്കത് ഡെലിവറി കിട്ടി. സോ ആ വണ്ടിയും കാര്യങ്ങളും ഒക്കെയാണെന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ന് വീഡിയോയിലില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ ഡെലിവറി എടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. സോ നമുക്കിപ്പം ഞാൻ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷമാണ് വണ്ടിയെ കിട്ടിയിട്ട് ഒരുപാട് വീഡിയോകളും കാര്യങ്ങളും ഞാൻ കാണുകയുണ്ടായത്. അതാണ് ശരിക്കും സത്യാവസ്ഥ. നമുക്ക് ശരിക്കും സിട്രോൺ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേയധികം അന്വേഷിച്ചും വീഡിയോസ് കണ്ടതുമല്ല. പക്ഷേ ഒരു രാത്രിയിലാണ് നമ്മളുടെ തീരുമാനം ചേഞ്ച് ആയത്. ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി, അതായത് ഒരു 10 ലക്ഷം രൂപയിൽ നമുക്ക് ഒതുങ്ങുന്ന അത്യാവശ്യ ഫെസിലിറ്റിയോട് കൂടിയൊരു വാഹനം എന്ന് പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മുന്നിലേക്ക് വന്നതും എനിക്ക് കുറച്ച് സജഷൻസ് കിട്ടിയതും ഈ ഹുണ്ടായുടെ എക്സ്ട്രാ ആണ്. സോ പിന്നെ ഇത് അതിന് ശേഷം, അതായത് വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എല്ലാം കണ്ടത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതൊന്നും നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ആ ഒരു ചെറിയ പ്രശ്നങ്ങളൊന്നും ഒരു മൈനസായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രയിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യരുത്. സോ ഇനി അത് പറഞ്ഞ പ്രശ്നങ്ങൾ എന്താണോ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ച് തന്നെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.